നീന്താൻ അറിയാത്തൊരാൾ അബദ്ധത്തിൽ ഒരു കിണറ്റിൽ വീണാൽ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? മരണം വരെയുള്ള ആ നിമിഷങ്ങളിൽ നമ്മുടെ അവയവങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ആ ഭീകരമായ മാറ്റങ്ങൾ നമുക്കൊന്ന് കാണാം. വെള്ളത്തിൽ വീണാലുടൻ ശരീരമറിയാതെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിക്കും. ഇത് ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറാൻ കാരണമാകുന്നു. ഇതോടെ തൊണ്ടയിലെ പേശികൾ മുറുകുകയും ശ്വാസനാളം അടയുകയും ചെയ്യുന്നു. ഇത് വായുവും വെള്ളവും അകത്തേക്ക് കടക്കുന്നത് തടയാനുള്ള ശരീരത്തിന്റെ അവസാന ശ്രമമാണ്. ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ശരീരം ഡൈവ് റിഫ്ലെക്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഹൃദയമിടിപ്പ് കുറയുകയും രക്തപ്രവാഹം കൈകാലുകളിൽ നിന്ന് മാറി തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നു. ഊർജം ലാഭിക്കാനുള്ള ശരീരത്തിന്റെ ശ്രമമാണിത്. മിനിറ്റുകൾക്കുള്ളിൽ തലച്ചോറിലെ ഓക്സിജൻ പൂർണ്ണമായും തീരുന്നു. ഇതോടെ ബോധം മറയുകയും ശരീരം ശാന്തമാവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ പേശികൾ അയയുന്നതോടെ വെള്ളം ശ്വാസകോശത്തിലേക്ക് ഇരച്ചുകയറുന്നു. അവസാനം ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. തലച്ചോറിലെ കോശങ്ങൾ ഓക്സിജൻ ഇല്ലാതെ നശിക്കാൻ തുടങ്ങുന്നതോടെ മരണം സംഭവിക്കുന്നു. ഒരു വ്യക്തി വെള്ളത്തിൽ വീണാൽ ആദ്യത്തെ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അപകടങ്ങൾ എപ്പോഴും അപ്രതീക്ഷിതമാണ്. നീന്തൽ പഠിക്കുന്നത് ഒരു വിനോദം മാത്രമല്ല, അതൊരു ജീവൻ രക്ഷാ ഉപാധി കൂടിയാണ്. ഈ അറിവ് ഷെയർ ചെയ്യൂ, സുരക്ഷിതരായിരിക്കൂ. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.